നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തടി കയറ്റിപ്പോയ ലോറിയിൽ ടെലിഫോൺ കേബിൾ കുരുങ്ങി തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. തഴവ സ്വദേശി സന്ധ്യയ്ക്കാണ് പരിക്കേറ്റത്. കേബിൾ കുരുങ്ങി ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ മുകളിൽ വീണു. വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ്. മയ്യനാട് ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘമാണ് പോലീസ് പിടിയിലായത്. പുരുഷാംഗനമാരുടെ അഴകിൽ ചമയവിളക്ക് മഹോത്സവം. ഭക്തിസാന്ദ്രമായി ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ചമയവിളക്ക് ഇന്ന് സമാപിക്കും. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പ്രദക്ഷിണവും. വിശദമായ വാർത്തകളിലേക്ക്. തടി കയറ്റിപ്പോയ ലോറിയിൽ ടെലിഫോൺ കേബിൾ കുരുങ്ങി തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. തഴവ സ്വദേശി സന്ധ്യയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തഴവ കൊച്ചുകുറ്റിപ്പുറത്തായിരുന്നു അപകടം. കേബിൾ കുരുങ്ങി ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ മുകളിൽ വീണത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ടെലിഫോൺ കേബിളിൽ കുരുങ്ങി വലിച്ചിഴക്കപ്പെട്ട യുവതിയുടെ മുകളിലേക്കാണ് അതേ സ്കൂട്ടർ കേബിളിൽ നിന്നും തെറിച്ച് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റത്. തഴവ കൊച്ചുകുറ്റിപ്പുറത്തായിരുന്നു അപകടം. തടി കയറ്റി വന്ന ലോറിയിൽ കേബിൾ കുരുങ്ങി പൊട്ടുകയായിരുന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം സ്കൂട്ടറിലേക്ക് കയറുകയായിരുന്ന യുവതിയെ കേബിളുകൾ ചുറ്റിവരിഞ്ഞു. മുന്നോട്ട് പോയ ലോറിയിൽ കുരുങ്ങി യുവതി വലിച്ചിഴക്കപ്പെട്ടു. കേബിളിൽ കുരുങ്ങി ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ യുവതിയുടെ മുകളിലേക്കാണ് വീണത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 അപകടം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. INTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ കോൺഗ്രസ് ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാനാണെന്ന് ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ ആഗ്രഹം തന്നെയാണ് പിണറായി വിജയനുള്ളത്. കോൺഗ്രസ് ഇല്ലാതായാൽ CPMന് എന്തോ കിട്ടും. കോൺഗ്രസിനെ CPMക്കാർ ക്ഷീണിപ്പിച്ചാൽ അടുത്തപടി CPMന്റെ കച്ചവടം BJPക്കാർ തീർക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് BJPക്കാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ ഇലക്ഷന് കള്ളക്കച്ചവടം നടത്തി UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയാൽ പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കപ്പെടുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ജനാധിപത്യം നിലനിർത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അല്ലാതൊരു മാർഗം ഈ രാജ്യത്തുണ്ടാകുന്നില്ല എന്ന് എല്ലാവരും സമ്മതിക്കും. കേരളത്തിലെ ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ആഗ്രഹം തന്നെയാണ് പിണറായി വിജയനും വെച്ച് പുലർത്തുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ CPMകാർക്ക് എന്തോ കിട്ടും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചാൽ അടുത്ത പടി CPMന്റെ കച്ചവടം BJPക്കാർ തീർക്കുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് BJPക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കള്ളക്കച്ചവടം നടത്താൻ പോയി നമ്മുടെ ആളുകളെ തോൽപ്പിക്കാനായി എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ അത് പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന രാഷ്ട്രീയ കാപട്യമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ, ബിന്ദു കൃഷ്ണ, കൃഷ്ണവേണി ശർമ്മ, സൂരജ് രവി, വടക്കേവിള ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. LDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തി. ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. LDFന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണകൂടത്തെ ഇരട്ടി കാര്യങ്ങൾ നേടാം എന്നതാണ് രാജ്യത്തെ BJP ഭരണകൂടം ആവർത്തിക്കുന്നത്. കുറച്ച് ദിവസമായി കേജ്രിവാളിനെതിരെയുള്ള കഥകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് N. അനിൽകുമാർ, K. സുഭാഷ്, ബാബു കൊപ്പാറ, സുരേഷ് നാറാണത്ത്, അബ്ദുൽ സലാം അൽഹന, B. ശ്രീദേവി, ലളിത ശിവരാമൻ, മല്ലിക ശശിധരൻ, സിന്ധു മഹേഷ്, കബീർ ഇൻസൈൻ, A. അജ്മൽ, ഓച്ചിറ മുരളി, S. സുരേഷ് കുമാർ, U. ഷാനവാസ്, G. ഉണ്ണികൃഷ്ണൻ, KR ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘത്തെ ഇരുവിപുരം പോലീസ് പിടികൂടി. പ്രതികളെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. മയ്യനാട് വെള്ളിമണൽ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന 5 ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലം മയ്യനാട് വെള്ളമണൽ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന കൊല്ലം പബ്ലിക് സ്കൂളിൻ്റെതടക്കം 5 ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷണം നടത്തിയ വിവരം പുറത്തറിയുന്നത്. ഇവിടെ പോയതിൻ്റെ അന്ന് രാവിലെ തൊട്ട് നമ്മൾ പോലീസുകാർ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. നമ്മളൊരു 3-4 ടീമായിട്ട് തിരിഞ്ഞ് ഇതിൻ്റെ പുറകിൽ വർക്കിംഗ് ആയിരുന്നു. ഓരോ നമ്മൾ ഒരു വീട്ടിൽ കയറുമ്പോൾ അടുത്ത വേറെ വീട്ടിൽ എൻ്റെ ആ സമയം വെച്ച് നമ്മൾ നോക്കി ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ബാറ്ററി മോഷണം ഇവിടെ മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്ത് നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇവരിപ്പോൾ ചോദ്യം ചെയ്തതിൽ അവർ ഈ ഏരിയ കേന്ദ്രീകരിച്ച് ചെയ്തതാണ്. കൊല്ലം മയ്യനാട് താന്നി സുനാമി ഫ്ളാറ്റിൽ ബ്ലോക്ക് നമ്പർ 19 മണികണ്ഠൻ, ഇരവിപുരം പിണക്കൽപ്പള്ളിക്ക് സമീപം തൊടിയിൽ വീട്ടിൽ അനസ്, ഓയൂർ മീയനയിൽ അമ്പലംകുന്ന് റാഷിന മനസ്സിലിൽ റാഷിദ്, ഉമേനല്ലൂർ പാർക്കുമുക്ക് മാമ്പഴത്തുവിള വീട്ടിൽ ശിവപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ റാഷിദ് കൊട്ടിയത്ത് വികലാംഗയായ വയോധികയെ തന്റെ പെട്ടിയോട്ടയിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ശേഷം ഇരവിപുരം CI ഷിബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പ്രദേശത്തെ 35ഓളം CCTV ക്യാമറകൾ പരിശോധിക്കുകയും സംശയാസ്പദമായി മത്സ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന പെട്ടി ഘടിപ്പിച്ച വാഹനം കടന്നു പോകുന്നതും ഇത് സുനാമി ഫ്ളാറ്റിലേക്കാണ് പോയതെന്നും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബ്ലോക്ക് നമ്പർ 19 താഴെ ഈ മീൻപെട്ടി കണ്ടെത്തുകയും അതിനുള്ളിൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അംശം കാണുകയും ബാറ്ററിയിൽ ഘടിപ്പിക്കുന്ന വാഷർ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് സമീപത്ത് തന്നെ വാഹനവും കണ്ടെത്തി. ഇത് മണികണ്ഠന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മണികണ്ഠനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പിന്നീട് കുറ്റം സമ്മതിച്ച മണികണ്ഠൻ മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി. ബാറ്ററികൾ ഇവരിൽ നിന്നും വാങ്ങുന്ന ഉമേനല്ലൂരിന് സമീപം പടനിലത്ത് ആക്രി വ്യാപാരം നടത്തുന്ന ഷാജഹാനെയും പിടികൂടി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെ തിരുവനന്തപുരം കല്ലറയ്ക്ക് സമീപത്ത് നിന്നും പോലീസ് സാഹസികമായി പിടികൂടുന്നത്. ഇരവിപുരം ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ അജേഷ്, ഉമേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, സുമേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മാവേലിക്കര നിയോജകമണ്ഡലം കൺവെൻഷൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. ചാരുമൂട്ടിൽ നടന്ന കൺവെൻഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മര്യാദയുടെ സർവ്വസീമകളും ലംഘിക്കുന്ന BJP രാജ്യത്തെ മതേതരത്വവും തകർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലുള്ള വെല്ലുവിളികളെ നമുക്ക് ധീരമായി നേരിടണം. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ വാമൂടി കെട്ടാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 മുഖ്യമന്ത്രിമാരെ ഈ ഗവൺമെന്റ് ജയിലിലടച്ചു. ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിലയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ഒരു ഗവൺമെന്റാണിത്. ജനാധിപത്യത്തിൽ എന്തെങ്കിലും നമ്മളിത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. നിയോജകമണ്ഡലം ചെയർമാൻ K. ഗോപൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, ടോമി കല്ലാനി, കോശിയം കോശി, M. മുരളി, അനു താജ്, KP ശ്രീകുമാർ, KR മുരളീധരൻ, K. സണ്ണിക്കുട്ടി, ഗോവിന്ദൻ നമ്പൂതിരി, ഹനീഫ മൗലവി, തോമസ് C. കുറ്റിശ്ശേരി, G. ഹരിപ്രകാശ്, M. അമൃതേശ്വരൻ, അനി വർഗീസ്, ഷമീർ വള്ളികുന്നം, MR രാമചന്ദ്രൻ, B. രാജലക്ഷ്മി, ഷാജി നൂറിനാട്, ദിലീപ് ഖാൻ, ബൈജു C. മാവേലിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കെതിരായി ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും ഏത് തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞാലും അതിവിടെ ഏശില്ല, അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. നിങ്ങൾ MP എന്ന 15 വർഷക്കാലം നിങ്ങൾക്ക് ഒരു തരത്തിലും ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാത്ത തരത്തിലാണ് ലോക്സഭാംഗമെന്ന നിലയിൽ ഞാൻ എന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. UDSF കൊല്ലം ജില്ലാ കൺവെൻഷൻ കൊല്ലം കോൺഗ്രസ് ഭവനിൽ നടന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 20 മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നതെന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF 20 മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത്. NK പ്രേമചന്ദ്രൻ്റെ പാർലമെന്റിലെ ഇടപെടൽ കൊല്ലത്തിന് വലിയ രീതിയിൽ ഗുണകരമായിട്ടുണ്ടെന്നും അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ചാമക്കാല പറഞ്ഞു.
അതിനാൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് വോട്ടർമാരെ സമീപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റിൽ 19 സീറ്റിൽ നമുക്ക് ജയിക്കുവാൻ കഴിഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് ജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് UDF വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും 20 സ്ഥാനാർത്ഥികളെയും UDFിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 20 മണ്ഡലത്തിലും കേരളത്തിലേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് 20 മണ്ഡലത്തിലും നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20 സീറ്റും വിജയിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തിയെക്കുറിച്ച് UDFിന്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായി പറയുന്നില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ NK പ്രേമചന്ദ്രന് അനുകൂലമായി വോട്ട് തേടി പോകുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് വോട്ടർമാരെ സമീപിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പാർലമെന്റിലെ ഇടപെടലുകൾ അത് എത്രത്തോളം ഒരു പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമാണ് എന്നതിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് ബോധ്യമുള്ള എല്ലാവർക്കും നമുക്ക് പ്രത്യേകമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. യോഗത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. PSU ദേശീയ വൈസ് പ്രസിഡന്റ് ബൽറാം സജീവ്, PSU സംസ്ഥാന സെക്രട്ടറി ആനന്ദകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി സിബി ദേവ്, MSF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് തൗഫിക്, KSU സംസ്ഥാന കൺവീനർ ലിവിൻ വേങ്ങൂർ, KSU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനീസ് ജോയൽ, MSF ജില്ലാ ട്രഷറർ സഹദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുരുഷാംഗനമാരുടെ അഴകിൽ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്ക് മഹോത്സവം. ആയിരക്കണക്കിന് പുരുഷന്മാരാണ് പെൺവേഷമണിഞ്ഞ് എത്തിയത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായാണ് വ്രതം നോറ്റ് പുരുഷന്മാർ ദേവിക്ക് മുന്നിൽ വിളക്കേന്താൻ എത്തുന്നത്. കേരളത്തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നീണ്ട മുടിയിൽ മുല്ലപ്പൂ ചാർത്തി വാലിട്ടെഴുതിയ കണ്ണും ചായം തേച്ച ചുണ്ടുമായി ചമഞ്ഞൊരുങ്ങിയ പുരുഷാംഗനമാർ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്കെടുത്തു. ചമയാലങ്കാര വിദഗ്ധരുടെയും അതിലേറെ വൈദഗ്ധ്യമുള്ള അമ്മമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ കരവിരുതിൽ ആയിരക്കണക്കിന് പുരുഷന്മാരാണ് പെൺവേഷമണിഞ്ഞത്. ചമയവിളക്കേന്തിയവരുടെയും പുരുഷനിലെ സ്ത്രീ സൗന്ദര്യം കാണാനെത്തിയവരുടെയും വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വിദേശികൾ ഉൾപ്പെടെ എത്തിയിരുന്നു. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കാണ് വ്രതം നോറ്റ് അണിഞ്ഞൊരുങ്ങി പുരുഷന്മാർ ദേവിയുടെ മുൻപിൽ വിളക്കേന്താനെത്തുന്നത്. ഇത് 7ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ ചമയവിളക്കെടുക്കുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ് ഈ വർഷം ഞാൻ വിളക്കെടുക്കുന്നത്. ഇതുവരെയും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. കൊറ്റത്ത് 2019 മുതൽ ഞാൻ വിളക്കെടുക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അത് 2024 സ്റ്റാർട്ട് ചെയ്തു. വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കൊറ്റത്ത് വരിക എന്നുള്ളത്. ആദ്യത്തെ വർഷം വന്നപ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹിച്ചു. ഇനിയും ഒരു തവണ കൂടി, അല്ലെങ്കിൽ ഇനി എനിക്ക് സാധിക്കുന്ന അത്രയും കാലം എനിക്ക് വന്ന് വിളക്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച് 7ഉം 5ഉം തിരിയിട്ട ചമയവിളക്കേന്തിയ പുരുഷാംഗനമാർ ക്ഷേത്രത്തിന് ചുറ്റും 3 വലത്ത് വെച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എത്തിയ കെട്ടുകാഴ്ചകൾ സന്നിധിയിലെത്തി വലം വെച്ചു മടങ്ങി. ചമയവിളക്ക് കണ്ട് പുലർച്ചെ ആറാട്ട് നടത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോലപ്പന്തലിൽ ദേവി വിശ്രമിക്കാനിരുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. ഞായറാഴ്ചയും ഇതേ ചടങ്ങുകൾ ആവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദർശനവും നടന്നു. ഞായറാഴ്ച ഈസ്റ്ററോടെ വിശുദ്ധ വാരാചരണം പൂർത്തിയാകും. വിശുദ്ധവാരത്തിന് തുടക്കമിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് ആനയിച്ചപ്പോൾ ജനങ്ങൾ ഒലിവുമരച്ചില്ലകൾ വീശി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും സുവിശേഷ വായനയും കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. നീണ്ടകര ലാറ്റിൻ കത്തോലിക്ക ചർച്ചിൽ ഓശാന ചടങ്ങുകൾക്ക് ഫാദർ ജസ്റ്റിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രൈസ്തവ ലോകം ഇന്ന് കുരുത്തോല ഞായർ ആഘോഷിച്ചുകൊണ്ട് വിശുദ്ധവാരത്തേക്ക് പ്രവേശിക്കുകയാണ്.
ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുക. ക്രിസ്തുവിൻ്റെ സഹനം, മരണം, ഉത്ഥാനം. അതിന് മുന്നോടിയായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സംഭവമാണ് ഇന്ന് സഭ അനുസ്മരിക്കുന്നത്. എല്ലാ ക്രൈസ്തവരെയും ലോകത്തുള്ള സർവരെയും രക്ഷിക്കുവാൻ ഇടയാവുന്ന ഈ മഹാരഹസ്യത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം. ഈ പെസഹ രഹസ്യങ്ങളിലേക്ക് നമുക്ക് സന്തോഷത്തോടെ കടന്നു വരാം. ഈ കുരുത്തോല ഞായറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇടവക വികാരി ഫാദർ ഗോൾഡൻ ജോസ് ജേക്കബ് സഹകാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികളാണ് കുരുത്തോല ആശീർവാദത്തിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത്. വാഴ്ത്തിയ കുരുത്തോലകൾ കയ്യിലേന്തിയ വിശ്വാസികൾ ക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയുടെ ഓർമ്മ പുതുക്കി പ്രദക്ഷിണം നടത്തി. വൈദികൻ വെഞ്ചരിച്ച് ആശീർവദിച്ചു നൽകുന്ന കുരുത്തോല വീടുകളിലും സ്ഥാപനങ്ങളിലും രക്ഷയുടെ അടയാളമായി വിശ്വാസികൾ പ്രതിഷ്ഠിക്കും. അടുത്ത ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ഫാദർ ജിജോ കെ ജയ് നേതൃത്വം നൽകി. കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പ്രാർത്ഥന, കുർബാന എന്നിവയും നടന്നു. ഫാദർ ജിജോ കെ ജയ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി മോനച്ചൻ ഉണ്ണുണ്ണി, സെക്രട്ടറി മോനച്ചൻ കുഞ്ഞുകുട്ടി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഴീക്കൽ പൂക്കോട് ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. മീനം മക മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത്. അഴീക്കൽ പൂക്കോട്ട് ദേവി ക്ഷേത്രത്തിൽ മീനം മകം മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടന്നത്. വൈകിട്ട് 5-ന് ക്ഷേത്രനട തുറന്നതിനു ശേഷമായിരുന്നു പൊങ്കാല നടത്തിയത്. അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിനി സിദ്ധാമൃത പ്രാണ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിച്ചു. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപം, കാഴ്ചശീവേലി, ദീപാരാധന എന്നിവയും നടത്തി. നിരവധി പേരാണ് പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. തടികയറ്റിപ്പോയ ലോറിയിൽ ടെലിഫോൺ കേബിൾ കുരുങ്ങി തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. തഴവ സ്വദേശി സന്ധ്യയ്ക്കാണ് പരിക്കേറ്റത്. കേബിൾ കുരുങ്ങി ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ മുകളിൽ വീണു. വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ്. മയ്യനാട് ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘമാണ് പോലീസ് പിടിയിലായത്. പുരുഷാംഗനമാരുടെ അഴകിൽ ചമയവിളക്ക് മഹോത്സവം. ഭക്തിസാന്ദ്രമായി ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ചമയവിളക്ക് ഇന്ന് സമാപിക്കും. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പ്രദക്ഷിണവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.